മമ്മൂട്ടി, ജഗതി, കുതിരവട്ടം പപ്പു എന്നിവർ ഒന്നിച്ച് പൊട്ടിച്ചിരിയൊരുക്കിയ ജോണി വാക്കർ എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ಸರ್ 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು. ಏನಾದ್ರು ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ? ನಿಂದು ಲೈಸೆನ್ಸ್ ಅಲ್ಲಿ, RC ಬುಕ್ ಅಲ್ಲಿ, ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ. ಮೀಟರ್ ಇದು ಆ ಗಾಡಿ ಪೊಲೀಸ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು. ನನ್ನ ಸರ್ ಒಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡ್ಬೇಡ ಸರ್. ನಿನ್ ಪಾಕೆಟ್ ಅಲ್ಲಿ ಎಷ್ಟಿದು? ಏನ್ లేదు. ಸದ್ಯಕ್ಕೆ ಹೋಗು. ಏನ್ ಮಾಡ್ತಾ ನೀವು ಇಲ್ಲಿ ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಂತೀಯಾ? ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ? ഹലോ 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 അല്ല, പൈലോ, HC പൈലോ. താൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരം അവിടെ പോലീസ് ഇല്ലേ, ലോ ആൻഡ് ഓർഡർ ഇല്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ, ട്രാഫിക് റൂൾസ് ഇല്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? ഇപ്പൊ എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തില് പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ? പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. ഗണിച്ചോ, നമ്മൾ വളപ്പിൽ മാമച്ചൻ്റെ അടുത്ത് ഒരു ഡോബർമാൻ പറ്റുള്ളൂ കണ്ടതാണ്. മാമച്ചൻ ഉക്കം വില പറയുന്നത്. പട്ടി കള്ളം പട്ടിയാ. എന്നെ കൊടുക്കാൻ നിന്റെ ഒരു അഭിപ്രായത്തില്? അച്ചോ, ഇത് കുമ്പസാരക്കൂടാ. വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം ഇവിടെ വെച്ച് വേണോ? ശരി, എന്നാ നീ പറ. ഞായറാഴ്ച കൺട്രി ക്ലബിൽ ഒരു കശപശ ഉണ്ടായി. ഉണ്ടാക്കിന്ന് പറ. അച്ഛൻ ഇടയ്ക്ക് കയറില്ലേ, ആദ്യം കേക്ക്. ഞായറാഴ്ച ദിവസം കൺട്രി ക്ലബിൽ ഒന്ന് പോകുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഒതുക്കത്തിൽ ഒരു 4 എണ്ണം വിട്ടേച്ച് പോരാമെന്ന് കരുതി കയറിയതാ. സമ്മതിക്കത്തില്ല. ആ മിഡ് വൈഫ് ഏലിയമ്മയുടെ മകൻ ഒരുത്ത മസ്കറ്റിൽ നിന്ന് വന്നിട്ടില്ലേ, എന്നതാ അവന്റെ പേര്? ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ അവൻ പറയുവാ ജോണിക്ക് കള്ളുമൂത്തൊരു ചുമ്മാ ഡയലോഗ് അടിക്കുക. ഞാൻ എന്റെ തനിക്കുണം കാണിച്ചു. ബെറ്റ് കെട്ടി അതിന്റെ അന്തസ് കാണിക്കണ്ടേ അച്ചോ? മോനെ ജോലിച്ച, ഇത് പോലീസ് സ്റ്റേഷനല്ല, കുമ്പസാരക്കൂടാണ്. നീ ഏത് വഴിയെ പോയാലും ഒരു തള്ളുറപ്പാ. എന്നിട്ട് അതെല്ലാം ഒരു കടലാസ് കൊണ്ടേ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഞാൻ കാലം കുറയാലോ കേൾക്കണം. അതെന്നെ അച്ഛനൊരുമാതിരി അങ്ങനെ പറയുന്നേ? കാര്യമില്ലാതെ ഞാൻ എന്നാ വഴക്കുണ്ടാക്കിയെന്നാ? അല്ല, ഞാൻ പറയുന്ന അച്ഛനൊന്നും പറയണ്ട. തെറ്റുപറ്റാത്ത മനുഷ്യരാരാ? പശ്ചാത്തപിച്ച കർത്താവ് പൊറുക്കുന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ? ശരി, നീ പറ, നീ തന്നെ പറ. എനിക്കൊന്നും പറയാൻ. ജോണി, നിന്റെ അനിയച്ചാരുടെ വിവരെന്തുവാ? അവന്റെ പഠിത്തമൊന്നും കഴിഞ്ഞില്ലേ? അതെങ്ങനെ അച്ചോ? അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. നീ അവന്റെ കാര്യം വല്ലതും തിരക്കുന്നുണ്ടോ? ബാംഗ്ലൂരാ സ്ഥലം, കുഴപ്പം പറ്റിയിടമാ. അങ്ങനെയൊന്നും ഇല്ലച്ചോ. അവൻ എന്നെക്കാളും എടുക്കനാ, കാര്യവിവരമുള്ളവനാ. ഞാൻ പോട്ടെ. എങ്ങനെയാ, വീട്ടിലേക്കാണോ അതോ സൗകര്യമുള്ളിടത്തോട്ട്? കേറണേ കേറ്, വഴി ഇറക്കി വിട്ടേക്കാം. കള്ളടിച്ച് 4 വില വന്ന വാതിൽ ഞാൻ തുറക്കത്തില്ല. ഓടാറുന്നു കുട്ടപ്പായ്, മേടയിൽ ഇച്ചിരി പണിയുണ്ട്. അത് അച്ഛൻ തന്നെ അങ്ങ് പണിഞ്ഞാ മതി. പിശാചിന് പറഞ്ഞതാ. ഓ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഇത് എവിടെ പോയി കിടക്കാ? എന്നാടാ ഒളിഞ്ഞു നോക്കുന്നേ? എടാ നിന്നോടാന്ന് ഇവിടെ വല്ലവരും. ഓ, ഇനി ഇങ്ങനെയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവിടെ തുപ്പി വൃത്തിയാടാക്കല്ലേ? ഇവിടെ അല്ലാതെ പിന്നെ നിന്റെ തലയിലാണോടാ തുപ്പേണ്ടത്? ജോണി എവിടെ? അകത്തുണ്ട്. വിളിക്ക്. ഇപ്പൊ പറ്റത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അച്ഛോ,
ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പാലിന്റെ കാശ് തന്നിട്ട് മാസം 2 ഇങ്ങെടുത്തോട്ടെ, എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അത് ഞാനും ജോണിയും തമ്മിൽ കൈകാര്യം ചെയ്തോളാം. അച്ഛൻ ഭയങ്കര ഓസാണല്ലോ അച്ചോ. എടാ പിശാചിന് പറഞ്ഞവനെ, നിന്റെ നാക്കിന് എല്ലില്ലേ? ഒരച്ഛനോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നീ ജോണിയെ വിളി. എന്റെ അമ്മോ, ഞാനില്ല. ആകെ കലിയുണ്ട് നിൽക്കുക, ഞാൻ എടുക്കത്തില്ല. എന്താ വെള്ളാണോ? ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് പച്ചക്കാ. സാരമില്ല, ഇച്ചിരി ദൂരെ മാറി നിന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറ. ചെല്ലട കുട്ടപ്പായി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ശുദ്ധീകരിക്കട്ടെ. എന്ത് പറ്റൂ? ഓ ഒന്നുമില്ല അച്ഛോ, അച്ഛൻ എന്നെ പതിവില്ല. 1-2 കാര്യങ്ങളുണ്ട്. നിന്റെ അനിച്ചൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കറക്കിയിട്ട് കിട്ടാനായിട്ടാ അവൻ അങ്ങോട്ട് വിളിച്ചത്. അവനും അവന്റെ 4-5 കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേടാ, ഞാൻ അവനെ എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നു. ഇതിപ്പോ എപ്പോ എത്തുന്ന? ഇന്നെ എടാ കുട്ടപ്പായേ, അവര് 4-5 പേരുണ്ടെന്ന്. പലതും വെച്ചുണ്ടാക്കണ്ടേ? ജോണി, ഞാൻ എന്റെ പൊന്നച്ചോ, ഇപ്പൊ എന്നോട് ഒന്നും പറയണ്ട. എന്റെ തലയിലോട്ടൊന്നും കയറത്തില്ല. അച്ഛൻ മേടയിലോട്ടില്ല, ഞാൻ പുറകെ വന്നേക്കാം. എടാ, ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യും? അയ്യോ, വന്നേ. എടാ കുട്ടപ്പായേ, എടാ ഗേറ്റ് തുറക്കണം മാക്കാനെ. എടാ ഞാനിത് ഇടിച്ചു പൊളിക്കണം. എടാ തുറക്കാൻ. എവിടായിരുന്നു? പുതുപ്പള്ളി വരെ പോയി നിനക്കൊരു പെണ്ണന്വേഷിക്കാൻ. എന്താ? പെണ്ണും പെടക്കൊഴിയൊന്നും എനിക്കല്ല ആവശ്യം. ദേ, ഞാനൊരു കാര്യം പറയാം. നീ ഒരു പുല്ലും പറയണ്ട, പോയി എടുത്ത് വെക്ക്. ദേ, ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോകും. പാതിരാത്രി വരെയുള്ള ഇരിപ്പേ അത് എനിക്കൊക്കെയല്ല. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്ക് കിടക്കാൻ മേലായിരുന്നു. ഇരിച്ചിരി കൂടുതലാ. ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോകും. കഴിഞ്ഞ പെരുന്നാളിനാ പോകാനെത്തില്ല. വരുന്നത് മാതാവിന്റെ പള്ളിയിൽ നേർച്ചയാ. അതിനെങ്കിലും എനിക്ക് അവിടെ എത്തണം. നീ പോടാ. നിന്നാരേലും കെട്ടിയിട്ടോ? എങ്ങോട്ട് പോകുന്നാ? എനിക്കും ഉണ്ട് അവിടെ ഇച്ചിരി മണ്ണ്. അതി കളച്ചോ പറിച്ചാ കഴിയാലോ. ഇന്നേതായാലും ഇങ്ങനെ പോട്ടാവേ. നേരം കുറെ ആയില്ലേ, നമുക്ക് വെളുപ്പിനെ വിട്ടേക്കാം. എടാ മാക്കാനെ നിന്നോട് എടുത്ത് വെക്കാനാ പറഞ്ഞത്. അകത്തോടെ നോക്ക്, മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. എടാ കരിമാക്കാനെ സോഡയും കോപ്പൊക്കെ എടുത്തിട്ട് വാടാ. അതല്ലേ കൊണ്ടുവരുന്നത്. ചാപ്പാട് തണുത്താണോടാ? ഞാനൊന്ന് ചൂടാക്കിയേക്കാം. എന്താ? എന്നാ ഒന്ന് വേഗം നില്ല, ഒന്ന് ഓടിച്ചാടി നില്ലടാ. ദേ, കൊച്ചു പിള്ളേരാ, അതുങ്ങളെ കള്ളുകൊടുത്ത് ചീത്തയാക്കല്ലേ. ഞാനോ കൂടെ കൂടി ഇങ്ങനെ ആയി. വകുപ്പടിക്കാതെ വേണേ ഒന്നെടുത്ത് വലിച്ചോടാ മാക്കാൻ. ഞാൻ നിർത്തി. ആ, ഈ കൂട്ടായിട്ട് ശരിയാവില്ല. എടാ കുട്ടപ്പ എഴുന്നേക്കടാ, മണി 9. എടാ എഴുന്നേക്കാൻ. എടാ മാക്കാന്. രാവിലെ കുളിക്കുന്നോ? എന്നാടാ പള്ളി പോകാനുള്ളതല്ലേ, അതിനുമുമ്പ് കുളി ഉണ്ടോന്നാ ചോദിച്ചത്. അല്ലാതെ അങ്ങനെ ചോദിച്ചത്? അതല്ലേ പതിവ്. അതെ, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലല്ലേ. വകുപ്പടിക്കാതെ ചെല്ലടാ. കുർബാന സമയത്ത് പള്ളി ചെന്നല്ലേ പിന്നെ? പള്ളിയിലല്ലാതെ പിന്നെ പട്ടശാപ്പി കുർബാനയില്ലല്ലോ. അവിടെ നില്ലടാ. എന്തുവാടാ പിറുപിറുക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല. ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഈ ഞൊടിച്ചിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇന്നിവിടെ നിൽക്കുന്നേ, പോടാ. ചേടാ, നിക്കാൻ പറഞ്ഞിട്ടില്ലേ നിന്നത്? ഇത് വലിയ കോടാലിയായില്ല. ഹലോ ജോണി വാക്കർ, ഗുഡ് ഈവനിങ്. ആ വന്നാട്ടെ സാറേ. പോയില്ലേ അല്ലേ? പോയെങ്കിൽ ഇവിടെ കാണുമായിരുന്നു. ഏതാ വാക്കർ ഈ പിള്ളേര് സെറ്റ്? എന്താ വിളിച്ച? വാക്കർ? ജോണി വാക്കർ. ആ, നല്ല പേര്. ജോണി ചളവാക്കിയല്ലോ എന്റെ സാറേ. ഇനി ഇവന്മാരെ എന്നെ അതേ വിളിക്കൂ. നല്ല വീശാണല്ലോ. ഒരു വീറ് വിടുന്നോ? ഏയ്, ബിയറൊക്കെ നിങ്ങൾ പിള്ളേർ കുറച്ച് വയറും നിർപ്പിച്ച് മുള്ളിക്കളയാ. എനിക്ക് ഹോട്ട്സ് ആണ് ഇഷ്ടം. അങ്ങനെ കൊച്ചാക്കാതെ സാറേ, നമ്മളും ഹോട്ട്സിന്റെ ആളാ. ആഹാ. എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില്? ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള്. അയ്യോ ഇളങ്ങനെ കൊച്ചാക്കണ്ട. വാങ്ങിച്ചാ കാണിച്ചു തരാം. ശരി, ഞാനിപ്പോ നല്ല ബീറിന്റെ പുറത്ത് നിൽക്കുക. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അത്തെ അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നത്? ചുമ്മാ ഡാവടിക്കാതെ വാക്കറേ. വേണ്ട, പന്തയം വെച്ചോ. നിങ്ങൾ ജയിച്ച 50 ഫുൾ ജോണി വാക്കും. വേണ്ട, എനിക്ക് എന്റെ കാശിങ് എന്നാ മതി. ശരി, അപ്പൊ ഞാൻ ജയിച്ചാലോ? ജയിച്ച പിന്നെ
ഒരു ഫുൾ ജോണി വാക്കർ. ഓക്കെ ഓക്കെ. ആ വെക്ക്. മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചേക്കണേ.